ചെമ്മീനൊക്കെ ഉണ്ടെങ്കിലേ ഈ ചോറിന് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട. എന്തോരം വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ചെമ്മീൻ കുട്ടന്മാരെ വെച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ കാണിക്കണതേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ടേസ്റ്റ് ഒട്ടും കുറവില്ലാത്തൊരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ടെ മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, ഉപ്പൂടെ ചേർത്തിട്ട് നല്ലോണം നാട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ. ഈ സമയത്തെ ചെമ്മീനിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അങ്ങനെ വന്നാൽ ചെമ്മീൻ വേറെ, മസാല വേറെ പോലെ കിടക്കും. ഇനി ഒരു പാനിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേ നമ്മൾ ചെമ്മീനൊക്കെ ഒരു പകുതി അങ്ങോട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്താലേ ചെമ്മീത്തിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കനം കുറച്ച് നീളത്തിലായിരുന്നു ഒരു വലിയ സവാള ആട്ടാ. അതിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ സവാള നേർ പകുതിയായി വരുന്ന സമയത്തുണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലോട് ചേർത്തിട്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ചെറിയ പീസ് തക്കാളി ചെറുതാക്കി അരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി പീസി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആവും കേട്ടോ. ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ